എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാരണം നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ട് ഏകദേശം 3.5 മാസമായി. അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ ഭാഗമെന്ന് പറഞ്ഞ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് വസ്തുതയെങ്കിൽ ഈ പരാതികൾ മുഖ്യമന്ത്രിക്ക് നൽകി ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അന്വേഷണ രീതി ശരിയല്ല എന്നും അന്വേഷണം സത്യസന്ധമല്ല എന്നും അന്വേഷണം അജിത് കുമാറിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സംഘത്തെയും സഹായിക്കത്തക്ക രീതിയിൽ സത്യസന്ധമല്ലാതെയാണ് നടക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ സത്യം പുറത്തു വരണമെങ്കിൽ ഗവൺമെൻറ് സത്യമാണ് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് ആവർത്തിച്ച് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണത്തിന് പോയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിജിലൻസ് റിപ്പോർട്ട് ഇതാ ഒരാഴ്ച കൊണ്ട് ഫയൽ ചെയ്യുന്ന പറയുന്നത് 2-2.5 മാസക്കാലം കൊണ്ട് ഞാൻ നൽകിയ 8-9 പരാതി വളരെ വിശദമായി പരിശോധിക്കേണ്ട, അന്വേഷിക്കേണ്ട, തെളിവെടുക്കേണ്ട കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അത് ഇത്രയും പെട്ടെന്ന് ആ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. ആ റിപ്പോർട്ട് പരിപൂർണമായിട്ടും എം.ആർ. അജിത് കുമാറിനെ പൂർണ്ണമായും വെള്ളപൂശുന്ന റിപ്പോർട്ടായി മാറുകയാണ്. സ്വാഭാവികമായും പരാതിക്കാരൻ എന്ന നിലക്ക് ഈ റിപ്പോർട്ട് ഇങ്ങനെ വരൂ എന്ന് ഞാൻ 2-3 ഘട്ടത്തിൽ ഉറപ്പിച്ച് കണക്കാക്കിയതാണ്. അതിൻ്റെ 1-ാം ഘട്ടം നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവനയായിരുന്നു. ഞാൻ ഈ ഗവൺമെൻറ്റിലെ പുഴുക്കുത്തുകൾ എന്ന് മുഖ്യമന്ത്രി അടക്കം വിശേഷിപ്പിച്ച പോലീസ് അധികാരികൾ, പ്രത്യേകിച്ചും അജിത് കുമാർ ഒരു ഭാഗത്തും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പി ശശിക്കും എതിരെയായിരുന്നു നിരന്തരമായിട്ട് വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. അന്ന് പുഴുക്കുത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിൻ്റെ ഒരു അവസാനത്തെ ടേണിലേക്ക് വരുമ്പോൾ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പാർട്ടി എന്നോട് പറഞ്ഞു, നിങ്ങളിനി സംസാരം നിർത്തണം, നിങ്ങൾ കൊടുത്ത പരാതി ഗൗരവപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പൊതു പ്രസ്താവന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ നിർത്തി. ഞാനിത് നിർത്തിയ 3-ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഞാൻ നൽകിയ പരാതിയിൽ, അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ പരാതിയിൽ ഒരു വസ്തുതയില്ലെന്നും അജിത് കുമാർ ഏറ്റവും സത്യസന്ധനായ ഓഫീസറാണെന്നും പി ശശിക്കെതിരെ PV അൻവർ MLA പറഞ്ഞ എല്ലാ പരാതികളും അവജ്ഞയോടുകൂടി തള്ളുകയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കാണ്, അവജ്ഞയോടുകൂടി തള്ളുകയാണെന്നും ഈ പറഞ്ഞതിലൊരു വസ്തുതയും ഇല്ല എന്ന് അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോലീസിൻ്റെ ഇടപെടലിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ പിൻബലത്തോടു കൂടിയാണ് പോലീസിനെതിരെ ചില ആളുകൾ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക. പറഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചു, അതാരാണ്, അതിൻ്റെ പിന്നിൽ അൻവറാണോ എന്ന ചോദ്യം പത്രക്കാരുടെ അടുത്തുണ്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി, അത് എനക്കറിയില്ല, നിങ്ങൾ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു കളവാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഗവർണർ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു അന്വേഷണം എനിക്കെതിരെ നടക്കുന്നു എന്ന് ഒരു വളഞ്ഞു തിരിഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നടത്തി. അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കാരണം, ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് മുഖ്യമന്ത്രിയാണ് പറയുന്നത് അജിത് കുമാർ കള്ളനല്ല, നല്ലവനാണ്, ഈ പറയുന്ന പി ശശി ഉത്തരവാദിത്തമുള്ളവനാണ് എന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം കേട്ടിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണത്തിന് വരുന്നത്. ആ അന്വേഷണത്തിൽ വരുന്ന ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ ഉണ്ടാകും. ഏത് നിലയിലേക്കാണ് അവരുടെ അന്വേഷണം കൊണ്ടുപോവുക? പക്ഷേ എന്നിട്ടും ഇതിൽ ഈ അന്വേഷണം നടത്തുന്ന SIT വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ
സത്യസന്ധമായി ചില കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ശ്രമം നടത്തി. അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് മാറ്റുന്നത് വലിയ പ്രശ്നങ്ങൾ ചർച്ചയാകുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഹോൾഡ് ചെയ്തു. അദ്ദേഹത്തെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? അജിത് കുമാറിന് ക്ലിയറൻസ് കൊടുക്കുന്നത്. പത്രക്കാരൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ച് ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരാണ് ഈ സ്ക്രീനിങ് കമ്മിറ്റിയിലുള്ളത്? ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ പോലീസ് സീനിയർ ADGP ഉദ്യോഗസ്ഥരാണ്. അതിൽ വിജിലൻസിൻ്റെ ഡയറക്ടറുണ്ട്. ആ വിജിലൻസിൻ്റെ ഡയറക്ടറുടെ കീഴിലുള്ള SP-മാരും DYSP-മാരുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പം ഇതിലൊരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ നിലപാടെടുത്തപ്പോൾ ആ ഉദ്യോഗസ്ഥനെയും കൂടി തലക്കടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിജിലൻസിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ലിയറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തെളിയാൻ പോകുന്നില്ല. ഈ പറയുന്ന അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ല. അജിത് കുമാറിന് എതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൊണ്ടേ പോകൂ. അജിത് കുമാർ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന ആരും കരുതണ്ട. അജിത് കുമാർ വീട്ടിലേക്ക് പോകുമ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു കൈ ഉണ്ടാവും.